ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഈ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ബ്രൗസർ വഴിയോ വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ഓൺലൈൻ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം കാണുന്ന സൈറ്റിൽ കയറുക. അതിനകത്ത് പുതുതായിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യുക. ദെൻ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊന്ന് ലോഗിൻ ചെയ്ത് കയറുവാണ്. ക്യാപ്ചയൊക്കെ കൊടുത്ത് നമ്മുടെ ക്രെഡൻഷ്യൽ കറക്റ്റായിട്ട് കൊടുത്ത് ക്യാപ്ച ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്ത് സൈൻ ചെയ്യുക. ഓക്കെ, സൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതിനകത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കതിനകത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് എന്താ കാണാൻ പറ്റും, കണ്ടോ? ഇതിലിങ്ങനെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ത്രൂ അക്ഷയും ത്രൂ പോർട്ടലും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ പോർട്ടൽ ത്രൂ ആണെങ്കിൽ ജനറലിനും BPLനും 15 രൂപ വെച്ചിട്ടേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കുക. റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സും കൂടെ നോക്കുക. അവിടെ അഫിഡവിറ്റ്, ബേസിക് ടാക്സിൻ്റെ റെസിപ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. കറണ്ട് ചെയ്ത രസീതാണ്. പിന്നെ അതുപോലുള്ള റേഷൻ കാർഡ്, സർട്ടിഫിക്കറ്റ്, സാലറി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും. ഓക്കെ, ദെൻ അപ്ലൈ നൗ കൊടുക്കുക. ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് പുതുതായിട്ടുള്ളവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, അത് ജസ്റ്റ് നോർമലി ചെയ്താൽ മതി. ചെയ്യുന്നവർക്ക് ഇവിടെ ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ സർട്ടിഫിക്കറ്റ് പർപ്പസിൽ സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക. ദെൻ താഴേക്ക് വരുമ്പം ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ ഇൻകം ടൈപ്പിൻ്റെ അവിടെ റിലേഷൻഷിപ്പ് എന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ ഇൻകം ഡീറ്റെയിൽസ് ആണ് ഇവിടെ മൊത്തം ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ടത്. നമ്മുടെ റേഷൻ കാർഡിലുള്ള ഡീറ്റെയിൽ, വീട്ടിൽ ആരൊക്കെയാണോ ഡീറ്റെയിൽ ആ റേഷൻ കാർഡിലുള്ളത് അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുടേത് മൈ സെൽഫ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. ഇതിനകത്ത് സെൽഫ് എന്ന് കണ്ടോ, ഈ സെൽഫ് എന്ന് കൊടുത്താൽ മതി റിലേഷൻഷിപ്പ്. ദെൻ റേഷൻ കാർഡിലെ മറ്റ് കുടുംബാംഗങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാദർ, മദർ, പിന്നെ മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ അവരുടെ പേരാണ് അതിനടുത്ത് കൊടുക്കേണ്ടത്. അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ഫില്ല് ചെയ്യുക. എന്നിട്ട് വരുമാനമൊക്കെ അതിനകത്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്ത് അതിൻ്റെ ടോട്ടൽ ഇൻ വേർഡ്സിലൊക്കെ എഴുതി വരും. ദെൻ അതിനുശേഷം അതിൻ്റെ താഴെ പ്രോപ്പർട്ടി ഡീറ്റെയിൽ ആണ്. അത് കരന്തീത്ത് രസീതിൽ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഡിസ്ട്രിക്റ്റും വില്ലേജ്, താലൂക്ക്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത് വരേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർവേ നമ്പറാണ്. അതിൽ കരന്തീത്ത് രസീതിൽ നോക്കി കാണാൻ പറ്റും. റീസർവേ സബ് ഡിവിഷൻ നമ്പറൊക്കെ കാണാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് കൊടുക്കുക. റീസർവേ ബ്ലോക്ക് നമ്പർ കൊടുക്കുക. തണ്ടപ്പേർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അവിടെ എത്രയാണ് നമ്മുടെ ഉള്ള പ്ലോട്ട് എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഈ എക്സ്റ്റെൻഡ് ഇൻ ഹെക്ടർ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ കറക്റ്റ് വാല്യൂ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് ഇവിടെ വന്നോളും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽ കൊടുത്ത് ലാൻഡ് ടൈപ്പ് ഞാൻ റെസിഡൻസ് കൊടുത്തിരിക്കുകയാണ്. അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവിടെ സ്റ്റാർ ഇല്ല. ദെൻ താഴെ സേവ് ആൻഡ് ഫോർവേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തിനി നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഡൗൺലോഡ് അഫിഡവിറ്റ് ഫോമാറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു PDF ഇതുപോലെ ഓപ്പൺ ആവും. സത്യപ്രസ്താവന. ഓക്കെ, ഇവിടെ വാർഷിക വരുമാനവും പിന്നെ അപേക്ഷകൻ്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേര്, ഒപ്പ്, സ്ഥലം, തീയതി, ഇത്രയും മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം റേഷൻ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്യാം ഡിജി ലോക്കർ ത്രൂ. ഇത് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡിജി ലോക്കറിൻ്റെ ക്രെഡൻഷ്യൽ ഒന്ന് കൊടുക്കുക കേട്ടോ. മൊബൈൽ നമ്പർ ആദ്യം കൊടുക്കുക. ദെൻ പിന്ന് കൊടുത്തിട്ട് OTP കൊടുത്തൊന്ന് സൈൻ ചെയ്യാം. ഓക്കെ, OTP പ്രോപ്പറായിട്ട് കൊടുത്ത് നമ്മൾ സൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എന്താണോ എടുക്കേണ്ടതെന്ന് കാണിക്കും. ഇപ്പോൾ ഡിജി ലോക്കറിനകത്ത് നമുക്ക് റേഷൻ കാർഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വ്യൂ ഓൾ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് തന്നെ അതിനകത്ത് റേഷൻ കാർഡ് കണ്ടു. ഓക്കെ, റേഷൻ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. റേഷൻ കാർഡ് മാത്രം സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്ത് അതാണ് മെയിനായിട്ട് ആവശ്യം. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവാം. എന്നിട്ട് അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ഡിജി ലോക്കറിന് നമുക്ക് അതിനകത്തു നിന്നുള്ള റേഷൻ കാർഡ് ഫെച്ച് ചെയ്യാനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, അത് സക്സസ്ഫുള്ളി ഫെച്ച് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. മുകളിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് റേഷൻ കാർഡ് സക്സസ്ഫുള്ളി ആവുന്ന സമയത്ത് ഈ താഴെ ഇങ്ങനെ കാണിക്കും റേഷൻ കാർഡിൻ്റെ ഇവിടെ. ഓക്കെ, അതുപോലെ മറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കറന്തീത്ത രസീത്, അതാണ് ഈ ലാൻഡ് ടാക്സ് റെസിപ്റ്റ്. പിന്നെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത അഫിഡവിറ്റ്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ 100 KB കൂടാൻ പാടില്ല. 100 KB താഴെ ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ 15 രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI, നെറ്റ് ബാങ്കിങ് ഏത് വേണം നമുക്ക് യൂസ് ചെയ്യാം.
നമുക്കത് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ നേരെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്പറിൽ സ്റ്റേറ്റസ് പ്രോസസ്സിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ. എനിക്കൊരു 2 to 3 ഡേയ്സിനകത്ത് തന്നെ ഇത് നമുക്ക് അപ്രൂവലായി കിട്ടും. ഓക്കെ. സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് അപ്രൂവലായി കിട്ടിയിട്ടുണ്ട്. അപ്രൂവലായി കിട്ടുമ്പോൾ ഇതിൻ്റെ അടുത്ത് പ്രിൻ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ആർക്കും ഇൻകം സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി തകർപ്പൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.